എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നൊരു സിക്ക് ഡേ ആണ് കേട്ടോ. സിക്ക് ലീവ് ഡേ ആണ്. എനിക്ക് കുറച്ച് അലർജിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡോക്ടറെ കാണിച്ചൊരു ദിവസം റെസ്റ്റ് എടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ സിക്ക് ലീവാണ് ഇന്ന്. പക്ഷെ ഞാൻ വീട്ടിലിരുന്നിട്ട് ഓഫീസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി വർക്കിംഗ് അല്ല, പക്ഷെ ഓഫീസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉമ്മമാർക്ക് രാവിലെ എന്തായാലും സിക്കാണെങ്കിലും അല്ലെങ്കിലും രാവിലെ എഴുന്നേൽക്കണമല്ലോ, മക്കൾ പറഞ്ഞയക്കണമല്ലോ. ബാക്കി 3 പേരും ഇപ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. അവർ എഴുന്നേൽക്കുന്നു, അവർ ഡ്രസ്സ് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. പക്ഷേ നൂഹിനിപ്പോൾ സപ്പോർട്ട് വേണ്ടതുകൊണ്ട് എന്തായാലും നമ്മൾ രാവിലെ എഴുന്നേൽക്കണം. അങ്ങനെ ഒരു 4:30 എഴുന്നേറ്റ് അവരിതാ പറഞ്ഞയക്കാൻ റെഡി ആയിട്ട് 6 o'clock അവരുടെ ബസ് വരിക. അപ്പോൾ അങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് എല്ലാവരും. അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു മിഷാൽ ഉണ്ടായപ്പോൾ തൊട്ടിട്ട് എനിക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു കുട്ടി വീട്ടിലുണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ വീട്ടിലതല്ലാതെ ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് ഇപ്പം നൂഹും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ എൻ്റെ ഒരു റിലാക്സിങ് മീ ടൈം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു 1 hour 7 o'clock വരെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ളൊരു സമയമാണ്. അപ്പം ഐ പ്രിഫർ സിറ്റിംഗ് ഐഡിൽ. ഒന്നും ചെയ്യുന്നില്ല, അവിടെ വെറുതെ ഇരിക്കുക ചെയ്യാൻ നോർമലി. എന്തായാലും അത് കുറേ നേരം ഇരുന്നിട്ട് ഇപ്പം ഞാൻ കുളിച്ച് റെഡിയായി. ഞാനത് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തു. കുറച്ച് വർക്കൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഒരു 10:30 വരെ ഉള്ളൂ നൂഹിന് ക്ലാസ്. അപ്പോഴത്തേക്കും അവൻ തിരിച്ചു വന്നു. അവൻ എന്നെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം. സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിലുണ്ടാവുന്നത് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ ആദ്യമായിട്ടാണ് ഞാനുള്ളത് കേട്ടോ. ഇതൊക്കെ എൻ്റെ ക്രെഡിറ്റ് അല്ല കേട്ടോ. അവൻ ഷൂസ് ഊരിയിട്ട് ഒരു കോർണറിൽ വെക്കുന്നതും വാട്ടർ ബോട്ടിലും ബാഗൊക്കെ അവൻ്റെ സ്പേസിൽ കൊണ്ടുവെക്കുന്നതൊന്നും എൻ്റെ ക്രെഡിറ്റ് അല്ല. ഇതൊക്കെ അവൻ്റെ ആൻറ്റീൻ്റെ ക്രെഡിറ്റാണ്. ആൻറ്റിയാണ് ഇതൊക്കെ അവനെ ട്രെയിൻ ചെയ്യുന്നത്, ബാക്കി ആർക്കും ഇല്ല. ഷൈവിന് നന്നായിട്ടുണ്ട്. അത് വരുന്നു, ഷൂസ് ഒരു ഭാഗത്ത് കോർണറിൽ വെക്കുന്നു, വാട്ടർ ബോട്ടിൽ വെക്കുന്നു, ബാഗ് വെക്കുന്നു, കുളിക്കാൻ കയറുന്നു. അത് അവൻ്റെ ഒരു റൊട്ടീൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് ഇപ്പം. അങ്ങനെ അവന് കുളിക്കാൻ കയറി അവൻ റെഡി ആവുന്ന സമയം, അവന് ഫുഡൊക്കെ കൊടുക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ചുകൂടി വർക്ക് ചെയ്തു. കംപ്ലീറ്റ്ലി വർക്കിംഗ് അല്ല, പക്ഷെ ആൾക്കെന്ന് വന്നപ്പോൾ നല്ല കോൾഡ്, കുറച്ച് ദിവസമായിട്ട് കോൾഡ് ഉണ്ട്. പിന്നെ പുതിയൊരു അറ്റ്മോസ്ഫിയറിലല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സലൈൻ ഡ്രോപ്സ് ഒക്കെ വാങ്ങിച്ചു വന്നു. അതങ്ങോട്ട് പുറത്തേക്ക് വലിച്ചെടുക്കാനുള്ള സാധനമൊക്കെ വാങ്ങിക്കാം. നമുക്ക് അടുത്ത് തന്നെ അൽമീര ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ആളും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാറിൽ കയറിയിരുന്നതാണ് കേട്ടോ. നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്, നല്ല ചൂടാണിപ്പം. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് അൽമീരത്തിൽ ഡ്രൈവ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നടക്കാനേ ഉള്ളൂ. പിന്നെ ഈ ചൂടത്ത് നടക്കണ്ടേ എന്നുള്ള മടി കൊണ്ട് ഞങ്ങൾ കാർ എടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പാലും വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അത് പോയി മരുന്നൊക്കെ വാങ്ങിച്ചു. ഞങ്ങളിതാ തിരിച്ച് വീട്ടിൽ പോയിട്ട് ഇനി ബാക്കി പണിയൊക്കെ നോക്കണം. എനിക്ക് ഈ ഇടയായിട്ടേ ഭയങ്കര അലർജികൾ കൂടുതലാണ്. നൂഹിൻ്റെ ഡെലിവറിക്ക് ശേഷം തന്നെ എനിക്ക് ഫുഡ് അലർജീസ് കൂടിയിട്ടുണ്ട്. നൂഹിൻ്റെ പ്രഗ്നൻസി ടൈമിലും നമ്മൾ എന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഫുഡ് ചില സമയത്ത് കഴിച്ചാൽ എനിക്കത് ബാക്ക് ഫയർ ആയിട്ട് ഭയങ്കരമായിട്ട് മുഖമൊക്കെ ചീർത്ത് എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവാത്ത രീതിയിലൊക്കെ ആവും. പിന്നെ ഡസ്റ്റ് എനിക്ക് പണ്ടേ അലർജിയാണ്. ഇപ്പോൾ ഈ ഇടയായിട്ട് അത് ഫ്രീക്വൻ്റ് ആയിട്ട് വരാൻ തുടങ്ങി. കാരണം സാധാരണ എനിക്ക് ഖത്തറിന്ന് അങ്ങനെ ഉണ്ടാവലില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് അലർജീസ് കൂടി നമ്മുടെ ബോഡി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമുക്കൊന്ന് ഡീപ്പ് ക്ലീനിങ് കൊടുക്കാൻ പറഞ്ഞാൽ ഈ വീട്ടിൽ നമുക്ക് കാർപ്പറ്റൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതിലുണ്ടാവും ഇങ്ങനെ എന്തെങ്കിലും അലർജി ആവുന്ന സംഭവങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ യെല്ലോ ബി എന്ന് പറഞ്ഞ ടീമിനെ നമ്മൾ മുൻപേ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ സോഫയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യാനൊന്ന് ഷെഡ്യൂൾ ചെയ്തു. ഞാൻ എന്തായാലും ഇന്ന് വീട്ടിലുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഷെഡ്യൂൾ ചെയ്തതാണ്. അവരെന്ന് പറഞ്ഞാൽ വെള്ളവും സോപ്പും വെച്ചിട്ട് നമ്മുടെ ബെഡും സോഫയും കാർപ്പറ്റും ഒക്കെ ക്ലീൻ ചെയ്യും. അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യും. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് കാർപ്പറ്റിൽ നമ്മൾ വാക്യൂം വെക്കുന്നുണ്ട്, നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും ഉണ്ടാവും എനിക്ക് പറ്റാത്തത്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവരെ ഏൽപ്പിച്ചത്. വിശാലിൻ്റെ ജാക്കറ്റ് ഇട്ടിട്ടാണ് ഇന്നാൾ സ്കൂളിൽ നിന്ന് വന്നത്. അവനിപ്പോൾ ഇങ്ങനത്തെ ഇത് വേണം, അത്ര ബ്ലേസർ വേണം സ്കൂളിലേക്ക് എന്നുള്ളതാണ് ഇപ്പോൾ അവൻ്റെ പുതിയത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ബാക്ക് ഫയർ ആയി. ഞാൻ വീട്ടിലുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് പെട്ടെന്ന് ഷെഡ്യൂൾ ചെയ്തത്. പക്ഷേ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഇത് ചെയ്യേണ്ടിയില്ലായിരുന്നു. എനിക്ക് തുമ്മാൻ തുടങ്ങി, ചൊറിയാൻ തുടങ്ങി, പിന്നെ ഞാൻ ഈ മാസ്ക് ഇട്ടിട്ട് അവിടെ ഒരു ഭാഗത്തിരുന്നത്. പക്ഷെ അവരുടെ ക്ലീനിങ് ഭയങ്കര ഫാസ്റ്റായിരുന്നു. അവർ 6-7 പേര് വന്നിട്ട് ഒരു 4-5 മണിക്കൂർ കൊണ്ട് നമ്മുടെ വീട് മൊത്തം, കിച്ചണൊക്കെ ഫുൾ ക്യാബിനറ്റ് പുറത്തേക്ക് ഇട്ടിട്ട് ഫുൾ കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് കുളിക്കാനോ ഇരിക്കാനോ ഒന്നും സ്ഥലമില്ലായിരുന്നു. പക്ഷേ ആ ഒരു ദിവസം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. കുക്കിങ്ങൊക്കെ രാവിലെ തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു. നൂഹിന് ഉറങ്ങണം. നൂഹും ഈ ബീൻ ബാഗിലാണ് കിടന്നുറങ്ങുന്നത്. അല്ലെങ്കിൽ അവൻ നമ്മൾ പിടിച്ച് കിടത്തിയാലും ഉറങ്ങില്ല. ഇന്ന് അവൻ ഉറങ്ങണം, ചിലപ്പം വയ്യാത്തതുകൊണ്ടായിരിക്കും. എന്തായാലും അവർ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓരോ കോർണേഴ്സും അവർ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. സൂപ്പറായിട്ട് ക്ലീൻ ചെയ്തു കേട്ടോ അവർ.
ഞാൻ സാറക്ക സെയിം ഡേ അതൊക്കെ അറിയാണ്ട് വന്നു പോയതാണ് എല്ലാം കൂടി. ഒരു ഡെമോ ബുക്ക് ചെയ്തിരുന്നു ട്യൂഷൻ ക്ലാസ്സിൻ്റെ ഓൺലൈനിൽ. എല്ലാം കൂടി നമ്മൾ സംഹൗ വി മാനേജ്ഡ്. ഒരു 6:30 ആയപ്പോഴത്തേക്കും അവരെല്ലാവരും കൂടി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പോയി. സ്ട്രോളർ വരെ നമ്മൾ ക്ലീൻ ചെയ്തിരുന്നു. നല്ല ക്ലീൻ ആയിട്ട് വീട് ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറേ ലോണ്ട്രിയും ഞങ്ങളും മാത്രം ബാക്കിയായി. പക്ഷേ ഇതൊക്കെ ഇനി ഡ്രൈ ആവണം, സമയമെടുക്കും. ഒരു 3 to 4 hours എടുക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.